ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗവും മണിയാശാനും കൂടെ ഇരുന്ന് സംസാരിച്ചു. മണിയാശാൻ ചോദിച്ചു, ഞാൻ നിന്നെ വല്ലതും പറഞ്ഞോടാ ഇന്ന് വരെ എന്ന് ചോദിച്ചു. ഞാൻ മണിയാശാൻ ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞു, സാഹു എന്നെ വെടിവെക്കൊന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഒരു 3 വർഷത്തേക്ക് അവധി ചോദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വെടിവെച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ ജോയി രക്തസാക്ഷി ദിനാചരണം അത് അവിടെത്തെ കാര്യമല്ലേ, അതിൻ്റെ കൂടെ ഇത് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയും ചെയ്തു. പ്രശ്നം അങ്ങനെ ഞാൻ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് നിന്ന് ഒരാൾ പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എനിക്ക് അത് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ളതാണ്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ ആ നടപടി അംഗീകരിക്കുകയും തെറ്റ് തിരുത്തുകയും മടങ്ങിയെത്തുകയുമാണല്ലോ പാർട്ടിയുടെ നയം, അല്ലെ നടപടി? അത് കറക്റ്റാണ്, നടപടി കറക്റ്റാണ്. പക്ഷേ അല്ല, അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്രിമം ഉണ്ടാവരുത്. ഒരാളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നീ ഒപ്പിട്ട് തന്നേരം ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ച് കമ്മീഷൻ ഉണ്ടാക്കലല്ല പണി. ഏതെങ്കിലും വീട്ടിൽ പോയി ഇരുന്നിട്ട് റിപ്പോർട്ട് തിരുത്തലല്ല പണി. യാദൃശ്യമാവണം. ഇപ്പോൾ അന്ന് കമ്മീഷനിൽ റിപ്പോർട്ടിൽ സാക്ഷി പറഞ്ഞ പലരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല. മൂന്നാറിൽ സംഭവം നടന്നെന്ന് മറയൂരിൽ സംഭവം നടന്നെന്ന് മൂന്നാറിലും പാർട്ടി റിപ്പോർട്ട് ചെയ്യാൻ ഒരാളുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലാണല്ലോ മൈക്ക് എന്ന് പറയുന്നത് പോലെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഈ പണിയെല്ലാം ചെയ്യുമ്പോൾ കേൾക്കുന്നവർ വിശ്വസിക്കുകയല്ലാതെ എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പള്ളിയിൽ അച്ഛൻ പറയുന്നതൊക്കെ പ്രാർത്ഥനയിൽ കേൾക്കുക എന്ന് പറയുന്ന പോലെ നേതാവായ ആൾ ഇവൻ ഇങ്ങനെയാണ്, ഇവൻ അങ്ങനെയാണ്, അവിടെ ചെയ്തു, മറയൂരിൽ പോയി മൂന്നാറിൽ ചെയ്തു, മൂന്നാറിൽ നിന്ന് മറയൂരിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിൽ എടുത്തതല്ലേ. അല്ലാണ്ട് ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കെന്താ, ഞാൻ പറയുന്നത് ആ കമ്മീഷന്റെ നടപടി അത് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളുകൊണ്ട് പലർക്കും ഇപ്പൊ ബോധ്യമുണ്ട് ശരിയാണോന്ന്. തള്ളിപ്പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ശരിയല്ലായിരുന്നു എന്നുള്ള ഉള്ളിലെ ബോധം അവർക്ക് എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആ വസ്തുത അത് തന്നെ ഇപ്പൊ പലരും പറയുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ ഇറങ്ങണം, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അതായത് ഈ അർത്ഥത്തിലായിരിക്കും, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ് നിന്റെ മനസ്സിരിപ്പ് എന്നുള്ളത് അറിയാനായിരിക്കും അങ്ങനെ ചോദിച്ചത്. കെ വി ശശിയുടെ ചില സ്റ്റേറ്റ്മെന്റ് ഹിന്ദുവിൽ നോക്കിയില്ലായിരുന്നോ? എനിക്കും രാജേന്ദ്രനും പൊളിത്തകരാലില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അങ്ങരുടെ വീടിന്റെ അടുത്തല്ലോ സ്ഥലം വാങ്ങിച്ചത്. അത് പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് ഈ വിഷയം കൊണ്ടുപോയത് ആരാണ്? ആ വിഷയം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെ രാജയ്ക്കെതിരെ രാജയുടെ പേര് പറഞ്ഞില്ല എന്നിരിക്കട്ടെ, എതിരെ പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ അന്വേഷിക്കുന്നത്? ആ ഘട്ടത്തിൽ, ആ സമയത്ത്, ആ സെക്കൻഡിൽ, അന്ന് തന്നെ ശശി അതിൻ്റെ മേളിലുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പണി കാണിച്ചു എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ എന്നെ തിരുത്താനുള്ള ബാധ്യത പാർട്ടിക്കില്ലേ, നേതാക്കൾക്കില്ലേ? അതെല്ലാം വിട്ടിട്ട് ജയിച്ചു, കേക്ക് മുറിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും അടുത്ത് നിൽക്കുകയാണ്. കേക്കിൻ്റെ ഒരു പീസിനെ ഇങ്ങനെ കാത്തിരിക്കുകയല്ല. പക്ഷെ അതിൻ്റെ മാനസിക വിഷമം വേറെയാണ്. ഇടുക്കിയിൽ പോയിട്ട് വരുന്ന മുമ്പ് കസാരയും മേശയും അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന പാർട്ടി തീരുമാനമല്ല. അപ്പോൾ 24-ലാണ് ആദ്യത്തെ വാർത്ത വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് രാജേന്ദ്രൻ പുറന്നെറിഞ്ഞാലും രാജാ ജയിച്ചു, എന്നെക്കാളും കൂടുതൽ വോട്ടിലാണ് ജയിച്ചത്. 24-കാർക്ക് വല്ല വിവരമുണ്ടോ? എന്നോട് ചോദിക്കണ്ടേ, എങ്ങനെ, എവിടെയൊക്കെയാണ് സാധാരണ പാർട്ടിക്ക് വോട്ട് കുറവ്, എവിടെയാണ് കൂടിയിട്ടുള്ളത്? വിവരമില്ലാത്ത ഒരു വാർത്ത അനുഭവിക്കുന്നത് ഞാൻ. ആ പെയ്ഡ് ന്യൂസാണ്, കാശ് കൊടുത്തിട്ടിട്ട വാർത്തയാണ്. അതിന്റെ പ്രശ്നമാണ് ഇപ്പോഴും തുടർന്നത്. ഞാൻ ശരി, അതിന്റെ ഒന്നും നിങ്ങൾക്ക് അതിന്റെ അവകാശമൊന്നും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്ക് അതിനെ വെക്കാനുള്ള എന്ത് തെറ്റ്? അപ്പൊ 6 പറഞ്ഞു, 24-ക്ക് 6 പറഞ്ഞു. ഞാൻ 6-ഓട് പറഞ്ഞു, ഇന്ന് ഉണ്ടല്ലോ, ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു, ഒരാള് പറയട്ടെ ഏതെങ്കിലും സ്ഥലത്ത് രാജയ്ക്കെതിരെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ രാജയുടെ പേര് പറഞ്ഞില്ല, ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറയട്ടെ. അപ്പൊ അതല്ല, ഇത് സൃഷ്ടിച്ച്
ചില ആളുകളുടെ നിലനിൽപ്പ് അവരുടെ നിലനിർത്താൻ വേണ്ടി നടത്തിയ ഒരു കഥയാണ്. ഞാനിത് എത്ര വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നാറിലെ രാഷ്ട്രീയം. അത് അങ്ങനെ ഒരു എന്നോട് മാത്രം തീർന്നു പോകുന്നതല്ല, ദീർഘകാലമായുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം നേതാക്കന്മാർ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതാണ് മെമ്പർഷിപ്പ് അവിടെ നിൽക്കുന്നത്. മെമ്പർഷിപ്പ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? മെമ്പർഷിപ്പ് ഇപ്പോഴും പുതുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇല്ല.